കൊല്ലം കേരളപുരത്ത് ഭാര്യയെയും രണ്ടു മക്കളെയും യുവാവ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം പലരും ഓർക്കുന്നുണ്ടാകും. 2021 മെയിലാണ് ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് മൺട്രോത്തുരുത്ത് സ്വദേശി അജി 2 കൈക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയത്. 5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ടായിരുന്നു ക്രൂരമായ കൂട്ടക്കൊല. കേസിൽ പ്രതിക്ക് കോടതി 3 ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പ്രതി 6 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. അവിഹിത ബന്ധങ്ങളുടെയും സംശയരോഗത്തിന്റെയും ഇരകളാകുന്നത് പലപ്പോഴും യുവതികളും കുട്ടികളുമാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. മെയ് 11 കുണ്ടറ കേരളപുരം ഇടവട്ടത്തെ വീട്ടിലായിരുന്നു സംഭവം. ഭാര്യ വർഷ, മക്കളായ 2 വയസ്സുള്ള അലൻ, 3 മാസം പ്രായമുള്ള ആരവ് എന്നിവരെ എഡ്വേർഡ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് സുഭാഷ് ശിക്ഷ വിധിച്ചത്. 3 കൊലപാതകങ്ങൾക്കും 3 ജീവപര്യന്തമാണ് വിധി. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കൂടാതെ 2 ലക്ഷം രൂപ വെച്ച് 6 ലക്ഷം രൂപ പിഴയായി നൽകണം. 3 മർഡറായിരുന്നു. അപ്പോൾ 3 സെപ്പറേറ്റ് ആണ് കോടതി എഴുതിയിരിക്കുന്നത്. 3 ലൈഫ് ഇംപ്രിസൺമെന്റ്, 3 ലൈഫ് ഇംപ്രിസൺമെന്റും 3 പേർക്കും സെപ്പറേറ്റ് 2 lakhs rupees വെച്ച് ഫൈനും. അപ്പോൾ ആ 2 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 1 വർഷം റിവേഴ്സ് ഇംപ്രിസൺമെന്റിന് കൂടെ 4 1 year. പിന്നെ 328 പോയിസൺ കുത്തിവെച്ച് കൊല്ലുന്നതിൻ്റെ അതും കൂടെ കോടതി ഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2 വർഷം കിടന്നല്ലോ, അയാൾ ജയിലിലായിരുന്നല്ലോ, അതിൻ്റെ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായിരുന്ന എഡ്വേർഡ് അനസ്തേഷ്യയ്ക്ക് മുൻപ് മസിൽ റിലാക്സേഷന് വേണ്ടി നൽകുന്ന മരുന്ന് കുത്തിവെച്ചാണ് ഭാര്യയെയും മകളെയും കൊന്നത്. ആ മരുന്ന് കുത്തിവെച്ചാൽ 10 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും. മുറിയിൽ അബോധാവസ്ഥയിൽ അഭിനയിച്ച് കിടന്ന എഡ്വേർഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പരിശോധനയിൽ വ്യാജമാണെന്ന് തെളിഞ്ഞു. പ്രതി കുറ്റസമ്മതവും നടത്തി. ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. 5 വയസ്സുണ്ടായിരുന്ന മൂത്ത മകൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നില്ല. അവൾ സ്വയം ജീവിച്ചുകൊള്ളും, അതുകൊണ്ടാണ് കൊല്ലാതിരുന്നത് എന്നാണ് പ്രതി നൽകിയ മൊഴി. അന്ന് സംഭവം നേരിൽ കണ്ട മൂത്തമോളുടെ മൊഴിയും നിർണായകമായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഉടമയറിയാതെ എടുത്ത മരുന്നുപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. 28 തൊണ്ടിമുതലുകൾ, 58 സാക്ഷികളെ വിസ്തരിച്ചു, 89 രേഖകൾ തെളിവായി കണ്ടെത്തി. അഡ്വക്കേറ്റ് ഷറഫുനിസയാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നത്. കോടതി വിധിച്ച ശിക്ഷയിൽ തൃപ്തിയുണ്ടെന്നും എന്നാൽ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും മരിച്ച പെൺകുട്ടി വർഷയുടെ മാതാവ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര.